മാങ്ങ പുഴുങ്ങിയിട്ടുള്ള ഇളമ്പക്ക കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ ഇളമ്പക്കയിൽ ഇങ്ങനെ പുഴുത്തി വെക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയും കുറച്ച് ജീരകം അതും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇളമ്പക്കയും മാങ്ങയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാങ്ങയും ഇളമ്പക്കയെല്ലാം വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അത് ഇളമ്പക്ക വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഇളമ്പക്കര നീര് നമുക്ക് ആവശ്യമുണ്ട് ഈ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇളമ്പക്ക ഒന്ന് മാറ്റി വെക്കാം. അതിൻ്റെ നീര് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അടിയിലെല്ലാം കുറച്ച് മണലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, അതെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒരു സവാള, 2-3 പച്ചമുളക് അതെല്ലാം അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ഇളമ്പാക്കി ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി മിക്സാണിത്. അത് രണ്ടും മിക്സ് ആക്കിയിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. മാങ്ങ മൊത്തത്തിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല, 2 സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇടുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ പുളി കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മാറ്റി വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി അടുപ്പത്ത് വെച്ചു. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും വെന്ത് കഴിയുന്ന സമയത്ത് നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് ഒന്ന് തള വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ നീര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നീര് ഒഴിച്ച് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തള പൊട്ടിയാൽ നമുക്ക് ഓഫ് ചെയ്യാം. കറി റെഡി ആയതിനു ശേഷമാണല്ലോ നമ്മൾ നീര് ഉപയോഗിക്കുന്നത്. അപ്പോൾ നീര് ഒഴിച്ചിട്ട് തള വന്നേരം ഒക്കെ തീ ഓഫ് ചെയ്യുക. നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള മാങ്ങയെല്ലാം ശരിക്ക് കറിയിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇതന്നെ അത്യാവശ്യത്തിന് പുളിയെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കടുവറുത്തിടാൻ വേണ്ടി അത് കടുവറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്.